ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ ധ്യാനത്തോടനുബന്ധിച്ച് എഫേസ്യർ 1:3 നിന്നും ദൈവമക്കൾക്കുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഏവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിടത്ത് വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന വൃദ്ധയായൊരു വിധവയുണ്ടായിരുന്നു. അവർ വീടുകളിൽ പോയി വേല ചെയ്തും ജീവിതം നിലനിർത്തിയിരുന്നു. അവരുടെ ഏക മകൻ ദീർഘകാലമായി അമേരിക്കയിലായിരുന്നു. ഒരു ദിവസം ഒരു പട്ടക്കാരൻ അവരെ സന്ദർശിച്ചു. സംസാരമധ്യേ അദ്ദേഹം മകനെക്കുറിച്ച് അന്വേഷിച്ചു. മകൻ ചിലവിനുള്ള പണം അയക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ല എന്ന് മറുപടി നൽകി. എന്നാൽ അവർ കൂട്ടിച്ചേർത്തു, അവൻ നല്ല കത്തുകളും ചിത്രങ്ങളും അയച്ചു തരുന്നു. പിന്നീട് അവർ പട്ടക്കാരനെ ആ ചിത്രങ്ങൾ കാണിച്ചു. ആ ചിത്രങ്ങൾ എല്ലാം നല്ല വിലപിടിപ്പുള്ള US ഡോളറുകൾ ആയിരുന്നുവെങ്കിലും അമ്മയ്ക്ക് അതത് വിദേശ കറൻസി നോട്ടുകൾ എന്നത് അറിയാതെ പോയി. അതിൻ്റെ വില അറിയാതെ, അത് മാറാതെ ചിത്രങ്ങൾ എന്നും കരുതി തീവ്രമായ ദാരിദ്ര്യത്തിൽ തുടരുകയായിരുന്നു. ചില ക്രിസ്ത്യാനികളും ഈ വിധം ജീവിതം നയിക്കുന്നു. ക്രിസ്തുവിൽ അനവധി അനുഗ്രഹങ്ങൾ ഏവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അവർ ഇന്നും ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ട് എന്ന് നോക്കാം. 1. അവനിൽ നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്. ദൈവം ഓരോ വിശ്വാസിയെയും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. എഫേസ്യർ 1:3. തൻ്റെ മഹത്വത്താൽ, വീര്യത്താൽ നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി, ജീവനും ഭക്തിയും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നു. 2 പത്രോസ് 1:3. ദൈവം തനിക്കുള്ളതായി തൻ്റെ ഏകമകനെ നമുക്കായി നൽകി. സർവവും നിങ്ങൾക്കുള്ളതല്ലോ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരും ക്രിസ്തു ദൈവത്തിലുള്ളവരുമാകുന്നു. ലൂക്കോസ് 15:31. അതിനാൽ ദൈവം നമുക്ക് ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹവും നൽകിയിട്ടുണ്ട്. 2. അവനിൽ നമ്മെ തിരഞ്ഞെടുത്തു. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. യോഹന്നാൻ 15:16. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യങ്ങൾ, അവൻ്റെ മക്കളായി വലിയ പദ്ധതികൾ പങ്കാളികളാകാൻ. 1 കൊരിന്ത്യർ 1:9. അവൻ്റെ മുന്നിൽ നിഷ്കളങ്കരായിരിക്കാനായി, ഉന്നതനായ ദൈവത്തിൻ്റെ മക്കളായിരിക്കാനും നമ്മുടെ പാവാവസ്ഥയിൽ നിന്നും ഉയർത്താനും അവൻ നമ്മെ തിരഞ്ഞെടുത്തു. 3. അവനിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് രക്തത്തിലൂടെ അകൃത്യങ്ങളിൽ നിന്നുമുള്ള മോചനമുണ്ട്. എഫേസ്യർ 1:7. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വില കൊടുത്ത് ന്യായവിധിയിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ്. 4. അവനിൽ നാം അവൻ്റെ ഹിതം അറിയുന്നു. അവൻ തൻ്റെ മുൻ നിർണയപ്രകാരം തൻ്റെ പ്രസാദത്തിൽ തക്കവണ്ണം ഹിതത്തിൻ്റെ രഹസ്യം നമ്മോട് അറിയിച്ചിരിക്കുന്നു. എഫേസ്യർ 1:9. നാം രക്ഷയുടെ സുവിശേഷം കേട്ട് ദൈവത്തിൻ്റെ അവകാശികളും അനുഗ്രഹപാത്രങ്ങളുമായി. 5. അവനിൽ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ക്രിസ്തുവിൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ അവനോട് ചേർക്കുന്നു. എഫേസ്യർ 2:6. വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതം എന്നത് ക്രിസ്തുവിൻ്റെ ജീവിതം അനുഗമിക്കുക എന്നതാണ്. അവൻ നമ്മിൽ വസിക്കുകയും അവൻ്റെ കൃപ, സ്നേഹം, ക്ഷമ, സൗമ്യത പ്രവൃത്തികൾ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ക്രിസ്തുവിനെ പോലെ ആകാൻ വിളിക്കുന്നു. അതിന് നമ്മെ ക്രൂശിലെ പാതയിലേക്കും ലാളിത്യത്തിലേക്കും നയിക്കുന്നു. പൊന്നിലും വെള്ളിയിലും അധികമല്ല ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തെയും ആത്മീയ ആവശ്യങ്ങളെയും സമൃദ്ധിയായി നിറയ്ക്കാനാണ്. വിശുദ്ധ ജീവിതം ഒരു കടപ്പാടല്ല, അത് ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള അവസരമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചിന്ത, ഓരോ വാക്ക്, ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും കൃപയെയും ലോകത്തിനായി പ്രതിഫലിപ്പിക്കേണ്ടതാണ്. വിശുദ്ധ ജീവിതം വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാത്രമല്ല, ചെറിയ സേവനങ്ങളിലും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും നമ്മുടെ ദിനചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പ്രകടമാക്കുന്നതിലും ആണ്. നമുക്ക് കഴിയുന്നത്ര ചെറിയ ചെറിയ വഴികളിലൂടെ ക്രിസ്തുവിനെ അനുകരിക്കുക. പാപത്തിൽ നിന്നും മാറി ക്ഷമ, സൗമ്യത, സ്നേഹം, ദയ എന്നിവയിലൂടെ ജീവിതം നയിക്കുക. നമുക്ക് ഉള്ള ഏറ്റവും വലിയ നന്മകൾ നമ്മുടെ ഹൃദയം, സമയം, സ്നേഹം ദൈവത്തിന് സമർപ്പിക്കുക. വിശുദ്ധ ജീവിതം ഒരു യാത്രയാണ്. ക്രൂശിലെ പാതയിലൂടെ നയിക്കുക. യാത്ര ക്രിസ്തുവിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും നമ്മൾ പ്രതിഫലിപ്പിക്കുക. യാത്ര നാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ സജീവമായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ചുറ്റുപാടും വെളിച്ചമാകുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുവാനും വിശ്വാസത്തോടെ സ്വീകരിക്കാനും
ക്രിസ്തുവിന്റെ പാത പിന്തുടരുവാനും സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അങ്ങയുടെ സ്നേഹത്തെയും കൃപയെയും ലോകത്തിനായി പ്രതിഫലിക്കട്ടെ. നാം വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ തയ്യാറാകുകയും ക്രിസ്തുവിനെ അനുകരിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.